സാധാരണ ഒപ്പോടെ ഫോണുകളൊന്നും നമ്മളോട് റിവ്യൂ ചെയ്യാനായിട്ട് ആൾക്കാർ ചോദിക്കാറില്ല. അത് വേറൊന്നും ഉള്ളതുകൊണ്ടല്ല, എല്ലാ പ്രൈസ് റേഞ്ചിലും അത് അത്ര നല്ല ഫോണുകളൊന്നും ആയിരിക്കില്ല. ബാക്കിയുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്പെക് വൈസ് ഒക്കെ വളരെ മോശമായിരിക്കും ഒപ്പോടെ ഫോണുകൾ. പക്ഷേ കുറച്ച് ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ഒപ്പോടെ K13 ആണ്. അത് വേറൊന്നുമല്ല, ഒരു 20,000 രൂപ പ്രൈസിന് താഴെ കിഡിലൻ സ്പെക്കാണ് അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ വീഡിയോസിന്റെ താഴെ വന്നിട്ട് ഇതിന്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഇന്ന് ഇതിന്റെ യൂസർ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയില്ല, മാക്സിമം 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഈ 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. അതായത് ഈ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. വെയിലത്തൊന്നും യൂസ് ചെയ്യാൻ യാതൊരു ഇഷ്യൂസും ഇല്ല. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും കാണാനായിട്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതായത് കിടിലൻ ഡിസ്പ്ലേ ആണ്. വീഡിയോസ് ഒക്കെ കാണാനായിട്ട് കിടിലാണ്. 7000 mAh ആണ് ഫോണിനകത്ത് ബാറ്ററി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ പണ്ടൊക്കെ നമ്മൾ പവർ ബാങ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് 10000 mAh ആണ്. ഇതിനകത്ത് 7000 mAh ബാറ്ററി വന്നിട്ടും അത്ര വലിപ്പമുള്ള ഫോണൊന്നുമല്ല. അതായത് തിക്നെസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്ര തിക്കായിട്ടുള്ള ഫോണൊന്നുമല്ല. ബാറ്ററി ലൈഫിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, കില്ലർ ബാറ്ററി ലൈഫാണ്. ഒരു 15 മണിക്കൂർ 16 മണിക്കൂർ മേളിലൊക്കെ ഈസി ആയിട്ട് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. നിങ്ങൾ എത്ര നേരം കുത്തിയിരുന്ന് ഫോൺ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഈ ഫോൺ തീർക്കാനായിട്ട് വലിയ പാടായിരിക്കും. അതുമാത്രമല്ല, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒരു ബോക്സിനകത്ത് തരുന്നുണ്ട്. അത് നമ്മുടെ നത്തിങ് പോലുള്ള കമ്പനികൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇന്നലെ വന്ന കമ്പനിയാണ് നത്തിങ്. എന്നിട്ട് അവർ എല്ലാ ഫോണുകളിൽ നിന്ന്, അവരുടെ എല്ലാ പ്രൈസ് റേഞ്ചിൽ നിന്നുള്ള ഫോണുകളിൽ നിന്ന് ഇപ്പോൾ ചാർജറുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. 40 മിനിറ്റിനുള്ളിൽ ഫോൺ 80% ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ പെർഫോമൻസ്, സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ച് താഴെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണെന്ന് പറയാം. നമുക്ക് ഏകദേശം 8 ലക്ഷത്തിനടുത്ത് ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഹീറ്റിങ്ങോ പരിപാടികളൊന്നുമില്ല. അത് ഞാൻ അത്ര വലിയ ഹെവി ഗെയിമർ ഒന്നുമല്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ്. പക്ഷേ ഗെയിം കളിച്ച് നോക്കിയിട്ട് അങ്ങനെ ഹീറ്റിങ്ങോ പരിപാടി ഒന്നും കണ്ടില്ല. അതുപോലെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ആകെ ഒരു കല്ലുകടിയായിട്ട് തോന്നിയത് കളർ വോയിസ് മാത്രമാണ്. ആവശ്യമില്ലാത്ത ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എനിക്ക് കളർ വോയിസ് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമാണ് എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ കിടിലൻ ചിപ്സെറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഗെയിം കളിക്കാനുള്ള ഉദ്ദേശത്തിൽ ഫോൺ വാങ്ങാൻ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. വേറെ ഒന്നുമല്ല, സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റെല്ലാ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയുള്ള പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോൺ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, UFS 3.1 സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. ഞാനിത് എടുത്തു പറയാൻ കാര്യം വേറെ ഒന്നുമല്ല, നത്തിങ്ങിന്റെ 3A നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിരുന്നത്. അതിനൊക്കെ പ്രൈസ് വരുന്നത് ഏകദേശം 25,000 ഒക്കെയാണ്. ആ പ്രൈസ് റേഞ്ചിലും അതിനകത്തൊക്കെ 2.2 ആണ് വരുന്നത്. അതിനകത്ത് മാത്രമല്ല, മോട്ടറോളയുടെ ഒക്കെ സെയിം പ്രൈസിൽ ഇറങ്ങുന്ന ഫോണിനകത്തും സ്റ്റോറേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ 2.2 ആണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് 3.1 വരുന്നതുകൊണ്ട് തന്നെ പെർഫോമൻസ് നല്ല കിഡിലാണ്. അതായത് നോർമലി നമുക്ക് വരുന്നത് ക്യാമറ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുമല്ലോ, അതായത് കണ്ടിന്യൂസ് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള 2.2 വരുന്ന ഫോണുകളിൽ ഒരു ചെറിയ ലാഗ് ഉണ്ടാവും. 3.1 വരുമ്പോൾ മാറ്റം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ലാഗോ പരിപാടി ഒന്നും ഉണ്ടാകില്ല. അൾട്രാ സ്മൂത്ത് ആയിരിക്കും ഫോൺ. 18,000 പ്രൈസ് റേഞ്ചിൽ താഴെ ഒപ്പം നമുക്ക് 3.1 സ്റ്റോറേജ് തരുമ്പോഴാണ് മറ്റുള്ള കമ്പനികൾ 25,000 പ്രൈസ് റേഞ്ചിലും നമുക്ക് 2.2 സ്റ്റോറേജ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ഫോൺ വരുന്നത്. അതുപോലെ തന്നെ IP65 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഫോണിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ നെഗറ്റീവ് എന്നല്ല, ഈ ഫോണിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഫോണിന്റെ ക്യാമറയാണ്. വേറെ ഒന്നുമല്ല, 50 MP ആണ് മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഈ ഡെപ്ത് സെൻസർ എന്ന് പറയുന്ന പരിപാടി തന്നെ ഉടായ്പാണ്. 50 MP ഒരു ക്യാമറ മാത്രം കൂട്ടിയാൽ മതി. പക്ഷെ അതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എടുത്തു പറയേണ്ട കാര്യം വീഡിയോഗ്രാഫിയാണ്. വീഡിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ദുരന്തമാണെന്ന് പറയാം. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത്ര നല്ല ക്യാമറ ഉള്ള ഫോണാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് 20,000 പ്രൈസ് റേഞ്ച് താഴെ വരുന്ന ഒരു നല്ല ക്യാമറ ഉള്ള ഫോണാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ നത്തിങ്ങിന്റെ 2 Pro ഉണ്ടല്ലോ, CMFന്റെ 2 Pro എന്ന് പറഞ്ഞ ഫോണാണ്. ഒരു ക്യാമറ നോക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്യാമറയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. നമ്മൾ വെട്ടം കുറഞ്ഞ സാഹചര്യത്തിലൊക്കെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്, കിട്ടൂല. ഇനി വെട്ടമുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും നമുക്ക് നല്ല ഫോട്ടോ കിട്ടിയല്ല. വേറെ ഒന്നുമില്ല, ഇതിന്റെ ഫോക്കസിംഗ് ഒന്നും പരിപാടികളൊന്നും അത്ര നല്ലതല്ല. ഇപ്പം ഒരു മൂവിങ് ഒബ്ജക്റ്റോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ദുരന്തമായിരിക്കും ഫോട്ടോസ്. ക്യാമറ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് ആണെന്ന് പറയാം. സെൽഫി ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിൽ 16 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഒരു പരിധി വരെ ബാക്ക് ക്യാമറ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെൽഫി ക്യാമറ നല്ലതാണെന്ന് പറയാം. ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ് ക്യാമറയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ NFC സപ്പോർട്ട് ഇല്ല എന്നുള്ളതും, അതുപോലെ തന്നെ 3.5 ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുള്ളതും, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോ SD കാർഡ്, അതായത് മെമ്മറി കാർഡ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയാലെന്നുള്ളതും വേണമെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാം. അതായത് ആ ഒരു ക്രൈറ്റീരിയ നോക്കുന്ന ആൾക്ക് അത് നെഗറ്റീവ് ആണെന്ന് പറയാം.
ഒരു നോർമൽ ആയിട്ടുള്ള ആളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ക്യാമറ മാത്രമാണ് ഏക നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും നല്ല ഡിസ്പ്ലേ തന്നിട്ട് നമുക്ക് യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിനകത്തോ നമുക്ക് HDR സപ്പോർട്ട് ഇല്ല. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇത്രയും മികച്ച ഡിസ്പ്ലേ അവർ തന്നിട്ടും ആ ഒരു ഡിസ്പ്ലേയുടെ മൊത്തത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ യൂട്യൂബിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെയാണ് നമ്മൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ അതിനകത്ത് HDR സപ്പോർട്ട് തന്നെങ്കിലാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ഗുണം മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവര് മാത്രമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു 25,000 പ്രൈസ് റേഞ്ച് വരെ കൺസിഡർ ചെയ്താലും ഒട്ടുമിക്ക ആൾക്കാരും നമുക്ക് HDR സപ്പോർട്ട് തരുന്നില്ല. മേ ബി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അവർക്ക് തരാവുന്നേ ഉള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഫോണിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഫോൺ വാങ്ങണോ വേണ്ടെന്ന് ചോദിച്ചാൽ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ച് താഴെ കൺസിഡർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫോൺ ആകേണ്ട ഒരു ഫോൺ ആയിരുന്നത്. അതായത് കിടിലൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട്, സ്റ്റോറേജ് നോക്കാനാണ് ഒരു 3.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബാറ്ററി ലൈഫ് കില്ലർ ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. ആകെ ഒരു നെഗറ്റീവ് ഉള്ളത് ക്യാമറയാണ്. ഈ ഒരു ക്യാമറയും കൂടെ ഒന്ന് മാറിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത്. നമുക്ക് 20,000 പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച ഫോൺ നമുക്ക് കണ്ടുമുട്ടി പറയായിരുന്നു. ഇപ്പോഴും പറയാൻ വേണമെങ്കിൽ, അതായത് ബാക്കിയുള്ള വശങ്ങളൊക്കെ നോക്കുമ്പോഴും ബാക്കിയുള്ള മൊബൈലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ഫോൺ എന്തുകൊണ്ടും മികച്ചതാണ്. ക്യാമറ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഞാൻ ഒരിക്കലും എടുക്കാൻ പറയില്ല. പക്ഷെ ക്യാമറ ഒഴിച്ച് നിർത്തിയാൽ, നിങ്ങൾക്ക് ക്യാമറ ഒരു വലിയ കൺസേൺ അല്ല എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഫോൺ എടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.